എക്സാമിനേഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം. നമ്മൾ ഫസ്റ്റ് തന്നെ സബ്ജക്റ്റിനെ ഗ്രീറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഹിസ്റ്ററി എടുത്ത് തുടങ്ങണം. എന്നിട്ട് നമ്മളാണെങ്കിൽ കൺസെന്റ് ചോദിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ജനറൽ എക്സാമിനേഷൻ ചെയ്യുക. ഇനി അടുത്തത് എക്സാമിനേഷൻ ഓഫ് അപ്പർ GAT ആണ്. എക്സാമിനേഷൻ ഓഫ് അപ്പർ GAT എന്ന സബ്ജക്റ്റിൻ്റെ അടുത്ത് മൗത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഫസ്റ്റ് നമ്മളാണെങ്കിൽ ടീത്തിന്റെ കണ്ടീഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഫുൾ ചിരിക്ക് ആവിൾ അത് നോക്കിയപ്പോൾ ഹെൽത്തി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ടങ്കും ഓറൽ മ്യൂക്കസ് മെംബ്രെയിനും നാക്ക് പുറത്തോട്ട് വാ നന്നിട്ട് നിൽക്കുക. നെക്സ്റ്റ് നമ്മൾ ഓറോ ഫാരിങ്സും ടോൺസിലുമാണ് നോക്കുന്നത്. ടോൺസിലൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കാം. ആപ്പിൾ നാക്ക് പുറത്തോട്ട് എടുത്തിട്ട് നന്നായിട്ട് പിടിക്കും. അപ്പർ GAT കഴിഞ്ഞു. എക്സാമിനേഷൻ ഓഫ് അബ്ഡമൻ. ഇതിന് നമ്മൾ ഫസ്റ്റ് ആണെങ്കിൽ അബ്ഡമനെ 9 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിന് നമ്മൾ 4 പ്ലെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. 2 ഹൊറിസോണ്ടലും 2 വെർട്ടിക്കലും. വെർട്ടിക്കൽ പ്ലെയിൻസ് നമ്മൾ മിഡ് ക്ലാവിക്കുലാർ ലൈനിൽ നിന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് 2 സൈഡിലും. ഹൊറിസോണ്ടൽ പ്ലെയിൻസ് 2 ഉള്ളത് ട്രാൻസ് പൈലോറിക്കും ട്രാൻസ് ട്യൂബർക്കുലാറും. ട്രാൻസ് പൈലോറിക് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജുഗുലാർ നോച്ചിൽ നിന്ന് ക്യൂബിക് സിംഫൈസിസ് വരെയുള്ള ഡിസ്റ്റൻസിന്റെ മിഡ് വേ പോയിന്റിലുള്ള ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ട്രാൻസ് പൈലോറിക് പ്ലെയിൻ. ഇനി ട്രാൻസ് ട്യൂബർക്കുലർ പ്ലെയിൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ 2 സൈഡിലെയും ഇലിയ ക്രെസ്റ്റിന്റെ അപ്പർ മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതാണ് ട്രാൻസ് ട്യൂബർക്കുലർ പ്ലെയിൻ. ഇതിപ്പോ നമുക്ക് 9 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടി. മുകളിലുള്ളത് എപ്പിഗാസ്ട്രിയം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം. പിന്നെ അടുത്തത് ഇവിടെയുള്ള ഇത് മിഡിൽ ആയിട്ടുള്ളത് അംബിലിക്കസും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലംബാർ. പിന്നെ താഴെയുള്ളതാണ് ഹൈപ്പോഗാസ്ട്രിയം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇലിയാക്കും. എക്സാമിനേഷൻ ഓഫ് അബ്ഡോമിനിൽ നമ്മൾ 4 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻസ്പെക്ഷൻ, പിന്നെ പാൽപേഷൻ, പിന്നെ പെർക്കഷൻ, പിന്നെ ഓസ്കൾട്ടേഷൻ. ഇൻസ്പെക്ഷൻ ഫസ്റ്റ് നമ്മളാണെങ്കിൽ ഷേപ്പ് ഓഫ് അബ്ഡോമൻ നോക്കുക. ഇത് നോർമൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൻഡ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിപ്രസ്ഡ് ആയിരിക്കും. ഇവിടെ നോർമലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ അംബിലിക്കസിന്റെ പൊസിഷൻ നോക്കുക. അത് നോർമലി ഇൻവേർട്ടഡ് ആൻഡ് റിട്രാക്റ്റഡ് ആയിരിക്കും. ഇനി അംബിലിക്കൽ ഹെർണിയ കേസസിലൊക്കെ ആണെങ്കിൽ അത് ബൾജ് ചെയ്ത് പുറത്തോട്ടുണ്ടാവും. ഇവിടെ അത് നോർമലാണ്. ഇനി അടുത്തത് നോക്കേണ്ടത് മൂവ്മെന്റ്സ് ഓഫ് അബ്ഡോമന. അത് നോർമൽ റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡയലേറ്റഡ് വെയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോർമൽ റെസ്പിറേറ്ററി മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത് സൂപ്പർഫിഷ്യൽ വെയിൻസ്, ഡയലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വെയിൻസ് ഉണ്ടോ എന്ന് നോക്കുക, സ്ട്രൈ ഉണ്ടോ എന്ന് നോക്കുക. അതൊന്നും ഇല്ല. ലാസ്റ്റ് നമ്മൾ ഹെർണിയൽ ഓറിഫിസസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേഷ്യന്റ് അടുത്ത് ചുമയ്ക്കാൻ പറയാം. അപ്പൊ എന്തെങ്കിലും ബൾജിങ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുക, ഈ നോർമൽ ആയിട്ട് ഹെർണിയ ഉണ്ടാവുന്ന പ്ലേസസിലൊക്കെ. പക്ഷെ ഇവിടെ ഒന്നുമില്ല, അപ്പൊ നോർമലാണ്. പാൽപേഷന് വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റിന്റെ അടുത്ത് സുപ്പൈൻ പൊസിഷനിൽ കിടത്താം. എന്നിട്ട് ലെഗ്സ് ആണെങ്കിൽ നമ്മൾ സെമി ഫ്ലെക്സ്ഡ് പൊസിഷനിൽ വെക്കണം. ഇത് സെമി ഫ്ലെക്സ്ഡ്. നമ്മളിത് ചെയ്യുന്നത് അബ്ഡോമനെ റിലാക്സ് ചെയ്യാനാണ്. ഇനി റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്യാൻ പറയണം സബ്ജക്റ്റിന്റെ അടുത്ത്. ഇനി നമ്മൾ പാൽപേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണെങ്കിൽ ലെഫ്റ്റ് ഇലിയാക് ഫോസ എന്നാണ്. നമ്മൾ അവിടെ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസിൽ വന്ന് എപ്പിഗാസ്ട്രിയം വരെ എത്തിക്കണം. ഇത് വാംത്ത്, കൺസിസ്റ്റൻസി, ടെൻഡർനെസ്, ഗാർഡിങ് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് തോട്ട് ഇത് സൂപ്പർഫിഷ്യൽ പാൽപേഷന് നമ്മൾ ചെയ്തു. ഇപ്പൊ നമ്മൾ വാംത്ത് ചെക്ക് ചെയ്തു, നോർമൽ വാംത്തേ ഉള്ളൂ. ഇൻഫെക്ഷൻസിലൊക്കെ ആണെങ്കിൽ സബ്ജക്റ്റിന്റെ ബോഡി ഹീറ്റഡ് ആയിരിക്കും, കൺസിസ്റ്റൻസി സോഫ്റ്റ് ആണ്, പിന്നെ ടെൻഡർനെസ് ഒന്നുമില്ല, ഗാർഡിങ് ഒന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ ഡീപ് പാൽപേഷൻ ആണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലിവറിന്റെയും സ്പ്ലീനിനെയാണ് നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ ലിവറിനെ പാൽപേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ റൈറ്റ് ഇലിയാക് ഫോസയിൽ റൈറ്റ് ഹൈപ്പോകോൺട്രിയം വരെ പാൽപേറ്റ് ചെയ്ത് വരണം. സോ സ്റ്റാർട്ട് ചെയ്യാം. ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യാൻ സബ്ജക്റ്റിന്റെ അടുത്ത് പറയാം. ഡീപ്പായിട്ട് നമ്മൾ സബ്ജക്റ്റ് ആണെങ്കിൽ ഡീപ്പ് ഇൻസ്പിറേഷൻ എടുക്കുന്ന പീക്കിൽ നമ്മളാണെങ്കിൽ പ്രസ് ചെയ്യണം. ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ആയിട്ട് പ്രസ് ചെയ്യണം. എന്നിട്ട് എക്സ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളാണെങ്കിൽ പൊസിഷൻ മാറ്റണം.
ഇത് ചെയ്തു വരുമ്പോൾ പാൽപേറ്റ് ചെയ്യാൻ ബോർഡർ കിട്ടുവാണെങ്കിൽ അതൊരു റിച്ച്ഡ് ബോർഡർ ആയിട്ട് കിട്ടും. അത് എവിടം വരെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കുക. നോർമൽ കേസസിനകത്ത് ലിവർ പാൽപ്പബിൾ അല്ല. ഹെപ്പാറ്റോമെഗാലി ഉണ്ടാവുന്ന കേസസിലൊക്കെയാണ് നമുക്ക് ലിവറിന്റെ ബോർഡേഴ്സ് പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് സ്പ്ലീനിന്റെ നോക്കണം. സ്പ്ലീൻ ആണെങ്കിൽ സ്പ്ലീനോമെഗാലിയിൽ സ്പ്ലീൻ എൻലാർജ് ചെയ്ത് വരുന്നത് റൈറ്റ് ഇലിയാക് ഫോസയിലോട്ടാണ്. അപ്പൊ നമ്മൾ റൈറ്റ് ഇലിയാക് ഫോസയിൽ നിന്ന് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയത്തിലോട്ട് ഡയഗണൽ ആയിട്ട് പാൽപേറ്റ് ചെയ്ത് പോകണം. സെയിം ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യണം. ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യണം. സിമിലർലി സ്പ്ലീനോമെഗാലി കേസസിൽ മാത്രമാണ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നോർമൽ ആയതുകൊണ്ട് അത്രയ്ക്ക് പാൽപ്പബിൾ അല്ല. പെർക്കഷൻ നമ്മൾ ഫസ്റ്റ് പെർക്കസ് ചെയ്ത് ലിവറിന്റെ സ്പാൻ കണ്ടുപിടിക്കുകയാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ലൂയി ആംഗിളിൽ നിന്ന് സെക്കൻഡ് റിബിന്റെ ബോർഡർ കണ്ടുപിടിക്കുക. അവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് കിട്ടും. അവിടെ നിന്ന് താഴോട്ട് പെർക്കസ് ചെയ്ത് വരണം. ഇവിടെ നമുക്ക് ഡൾ നോട്ട് ഇവിടെ നിന്ന് തൊട്ടേ കിട്ടുന്നുണ്ട്. ഇനി അവിടെ നിന്ന് ഡൾ നോട്ട് എവിടം വരെയാണോ ഉള്ളത് അതുവരെ ആയിരിക്കും നമ്മുടെ ലിവർ ഉള്ളത്. ഇവിടം വരെയാണ് ഡൾ നോട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലിവർ സ്പാൻ. നോർമൽ അത് 12 to 15 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് മെഷർ ചെയ്ത് നോക്കണം. ഒരു 11 സെന്റിമീറ്റർ ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ പെർക്കഷൻ ഓഫ് സ്പ്ലീനിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോഫ് സ്പേസിലാണ് നമ്മൾ പെർക്കസ് ചെയ്ത് നോക്കുന്നത്. സ്പ്ലനിക് എൻലാർജ്മെന്റ് ഉണ്ടായ അങ്ങോട്ടായിരിക്കും ഫസ്റ്റ് വരുന്നത്. സോ ട്രോഫ് സ്പേസിന്റെ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർലി നമ്മുടെ 6th റിബും ലാറ്ററലി മിഡ് ആക്സിലറി ലൈനും ഇൻഫീരിയർലി കോസ്റ്റൽ മാർജിനും മീഡിയലി ലെഫ്റ്റ് ലോബ് ഓഫ് ലിവറിന്റെ ഇൻഫീരിയർ ബോർഡറുമാണ്. സോ നമ്മുടെ 6th റിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും. ഇനി ഇവിടെ നിന്ന് മിഡ് ആക്സിലറി ലൈനിലോട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം. എന്നിട്ട് കോസ്റ്റൽ മാർജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇനി ലെഫ്റ്റ് ലോബ് ഓഫ് ലിവറിന്റെ ഇൻഫീരിയർ ബോർഡർ ഇവിടെ ആയിട്ട് വരും. സോ ദിസ് ഇസ് ദ ട്രോപ്സ് ഏരിയ. ഇനി ഇവിടെ മീഡിയലി ടു ലാറ്ററലി നമ്മൾ പെർക്കസ് ചെയ്യുമ്പോൾ റെസണൻസ് സൗണ്ടാണ് നോർമലി കിട്ടുക. ഇനി സ്പ്ലീനോമെഗാലിയിൽ ഇവിടെ ഡൾനെസ് കേൾക്കും. സോ സ്റ്റാർട്ട് ചെയ്യും. റെസണന്റ് ആണ്. നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റിംഗ് ഡൾനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന കേസസിനകത്ത് നമ്മൾ മിഡ് ലൈനിൽ നിന്ന് റൈറ്റ് ലാറ്ററൽ ഫ്ലാങ്കിലോട്ട് പെർക്കസ് ചെയ്ത് വരണം. ഇനി ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ റെസണന്റ് ആയിരിക്കും. ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൾ നോട്ട് കിട്ടും. സോ അത് ചെയ്ത് നോക്കണം. മിഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെസണന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇൻ കേസ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ നമുക്ക് ഡൾനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചിരിച്ചു കിടത്തണം. ലെഫ്റ്റിലോട്ട് ഇപ്പോൾ നമ്മൾ ചിരിച്ചു കിടത്തി. എന്നിട്ട് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഇവിടെ പെർക്കസ് ചെയ്ത് നോക്കണം. ഇപ്പൊ നമുക്ക് റെസണന്റ് നോട്ട് കിട്ടുവാണെങ്കിൽ ഫ്ലൂയിഡ് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെയാണ് ഷിഫ്റ്റിംഗ് ഡൾനെസ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റെസണന്റ് സൗണ്ട് കിട്ടി. ഈ കേസിനകത്ത് നോ ഷിഫ്റ്റിംഗ് ഡൾനെസ് ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് ത്രില്ലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സബ്ജക്റ്റിന്റെ കൈയാണെങ്കിൽ മിഡ് ലൈനിൽ വെച്ച് പ്രസ് ചെയ്യാൻ പറയണം. എന്നിട്ട് എക്സാമിനറിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് അബ്ഡോമനിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു ഫ്ലെക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റിപ്പിൾ ആയിട്ടാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഫ്ലൂയിഡ് ത്രിൽ ഉണ്ടെന്നാണ്. ഇപ്പൊ നോർമൽ കേസിനകത്ത് നോ ഫ്ലൂയിഡ് ത്രിൽ എന്ന് എഴുതുക. നമ്മൾ നെക്സ്റ്റ് അബ്ഡോമൻ ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനായിട്ട് നേരത്തെ പറഞ്ഞ 9 ക്വാഡ്രൻസിൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്ത് ബോവൽ സൗണ്ട്സ് കേൾക്കുക. അത് നോർമലി 3 per minute ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഇലിയാക് ഫോസയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ നമ്മൾ പോകണം.
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സൗണ്ട്സ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ബ്രൂയി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് നമുക്കാണെങ്കിൽ സൗണ്ട്സ് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. അത്രയേ ഉള്ളൂ.